ആ അമ്മേ. നീ കിടന്നില്ലായിരുന്നോ മോളെ? ഇല്ല, എനിക്ക് കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു ഓഫീസിലെ, അത് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എന്താ അമ്മേ? രാഹുലിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോടി. ഞാൻ കുറേ പ്രാവശ്യം വിളിക്കുമ്പോഴെല്ലാം ഔട്ട് ഓഫ് കവർ ഏരിയ എന്നാ പറയുന്നത്. ഈ ചെറുക്കൻ എവിടെയെങ്കിലും പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോവോ? അതും ചെയ്യില്ല. വീട്ടിലിരിക്കുന്നവർക്കാ ടെൻഷൻ. ഞാൻ പലതവണ പറഞ്ഞതാ എവിടെയെങ്കിലും പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോന്ന്. ഇപ്പൊ വിളിച്ചിട്ട് കിട്ടാത്തോണ്ടൊരു ടെൻഷനാ. അവൻ്റെ കാര്യം അമ്മയ്ക്ക് അറിയൂലേ? അവൻ എപ്പോഴും അങ്ങനെ തന്നെയല്ലേ, എവിടെയും ചെന്നിട്ടല്ലേ വിളിച്ച് പറയുള്ളൂ. എന്നാലും അത് തന്നെ ഓർത്തിരിക്കാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. നിന്റെ അച്ഛനോട് പറഞ്ഞപ്പോഴും ഇത് തന്നെയാ പറയുന്നത്. അങ്ങേർക്ക് ഇത് വല്ലതും അറിയണോ? നീയാണെങ്കിൽ വല്ല നാട്ടിലും ജോലിന്ന് പറഞ്ഞു പോയി കിടക്കുന്നു. ബാക്കിയുള്ളവനെ ഈ ആദ്യ പിടിക്കുന്നേ. ഉള്ളതും കുടിച്ച് കുടുംബത്തെങ്ങാനും കിടന്നാ പോരെ. അങ്ങനെയൊക്കെ നോക്കിയാൽ ജീവിക്കാൻ പറ്റുമോ അമ്മേ? നിനക്കൊക്കെ പെറ്റതള്ളയുടെ ദണ്ണം വല്ലോ അറിയണോ? ആ ചെറുക്കൻ ഇനി എവിടെ പോയി കിടക്കുവാന്ന് ആർക്കറിയാം. അതിനാണെങ്കിൽ കൊമ്പത്തുള്ളൊരു ബൈക്കും മേടിച്ച് അങ്ങേര് കൊടുത്തേക്കുവാ. എന്തിനാണോ? നീ അവനെ ഒന്ന് കിട്ടുവോ നോക്കിയേ. ഞാൻ നോക്കാമേ, അമ്മ കിടന്നോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. ശരി ശരി. ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. ദയവായി നീ ഇത് എവിടെ പോയി കിടക്കുവാടാ രാഹുലെ? അമ്മ ഇപ്പൊ എന്നെ വിളിച്ചായിരുന്നു. നിന്നെ കണ്ടില്ലെന്ന് പറഞ്ഞ് പാവം ഉറങ്ങാതെ ആദ്യ പിടിച്ചിരിക്കുക. നീ അമ്മേനെ വിളിച്ചേ ഒന്ന്. ചേച്ചി, ഞാൻ രാഹുല. എന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് ചേച്ചി. ഞാനിപ്പോൾ ലോക്കപ്പിലാ. ഒരു ചെറിയ കേസിൽ പെട്ടുപോയതാ. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. എനിക്കൊരു 50,000 രൂപ എമർജൻസി ആയിട്ട് വേണം. അതിവിടെ കൊടുത്താലേ അവരെന്നെ ഇവിടുന്ന് വിടുള്ളൂ എന്നാണ് പറയുന്നത്. അവരാണ് എന്നെ ഉപദ്രവിക്കുന്നുണ്ട് ചേച്ചി. എനിക്ക് പേടിയാവുക. അച്ഛനെ അമ്മേനെ ഒന്നും ഒരു കാരണവശാലും അറിയിക്കരുത് ചേച്ചി. പൈസ എവിടുന്നെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്ത് ഇട്ട് തരുവാണെങ്കിൽ അവരെന്നെ ഇപ്പോൾ ഇവിടുന്ന് വിടും. ആലോചിച്ചിരിക്കാൻ സമയമില്ല ചേച്ചി. എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ? ഇതിലേക്ക് പൈസ ഇട്ട് തരുമോ? ഇത് പോലീസുകാരറിയാതെ രഹസ്യമായിട്ടാണ് ഞാൻ വിളിക്കുന്നത്. ഒന്ന് ഹെൽപ്പ് ചേച്ചി പ്ലീസ്. അവരെങ്ങാനും എന്നെ കോടതിയിൽ നാളെ ഹാജരാക്കി എനിക്ക് ജാമ്യം കിട്ടിയില്ലെങ്കിൽ 14 ദിവസം റിമാൻഡിൽ പോകുന്നാ പറയുന്നത്. എങ്ങനെയെങ്കിലും പൈസ കൊടുത്തേ പറ്റുള്ളൂ ചേച്ചി. ഹലോ. അശ്വതി, എന്താടി? നീ കിടന്നായിരുന്നോടി? ഇല്ല, പറഞ്ഞോടി. നിന്റെ കയ്യിൽ കുറച്ച് ക്യാഷ് എടുക്കാനുണ്ടാവോ? ക്യാഷോ? എന്തിന്? കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. എത്രയാ നിനക്ക് വേണ്ടേ? ഒരു 30,000. 30,000? നിന്റെ ഇല്ലെങ്കിൽ ഹസ്ബൻഡിനോട് ചോദിച്ചിട്ടാണെങ്കിൽ തന്നാ മതി. ഞാൻ നാളെ തന്നെ തന്നേക്കാം. വളരെ എമർജൻസി ആയിരുന്നു. ഇട്ടേക്കാട്ടോ. ഓക്കെ. ശരിടി. ഓക്കെ. ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. ദയവായി എടാ, ഞാൻ ഇപ്പൊ തന്നെ ഈ അക്കൗണ്ടിലേക്ക് പൈസ ഇടാം. നീ പേടിക്കൊന്നും വേണ്ടാട്ടോ. നീ എവിടെയാണെന്ന് പറയുവാണെങ്കിൽ ഞാൻ ആരെങ്കിലും കൂട്ടി അങ്ങോട്ട് വരാം. എനിക്കൊരു മെസ്സേജ് എങ്കിലും ഇട് രാഹുലേ. ചേച്ചി ഇവിടം വരെ വരാനുള്ള സമയമൊന്നും ഇല്ല.
എനിക്കിപ്പോൾ തന്നെ പൈസ കിട്ടിയേ പറ്റുള്ളൂ, അതാണ് അവസ്ഥ. എവിടെന്നെങ്കിലും ഒന്ന് പൈസ ഇറങ്ങിയത് പെട്ടെന്നൊന്ന് ഇട് ചേച്ചി. ഇതിലേക്ക് ഇനി മെസ്സേജ് അയക്കരുത് കേട്ടോ, പോലീസുകാർ കണ്ട ആകെ പ്രശ്നമാവും. പൈസ ഇട് പ്ലീസ്. ഓക്കേടാ, ഞാൻ ഇപ്പം തന്നെ അയക്കാം. ഹലോ 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 അബി, ആ ചേച്ചി, നിങ്ങൾ ഇതെവിടെയാ? അത് പോലീസ് സ്റ്റേഷനിലാണോ? പോലീസ് സ്റ്റേഷനിലോ? ഞങ്ങളോ? ചേച്ചിക്ക് എന്താ പറ്റിയേ? ഞങ്ങളേ നമ്മുടെ അർജുന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്, ഒന്ന് ആഘോഷിക്കാണ്ട് മൂന്നാർ വരെ വന്നേക്കുവാ. രാഹുലിന് വേണ്ടി പറഞ്ഞു കാണല്ലോ അല്ലേ? മൂന്നാറോ? രാഹുലിന്റെ ഫോണിനെ ഇവിടെ റേഞ്ച് ഇല്ല, അതാ വിളിച്ചിട്ട് കിട്ടാത്തെ. അവനോട് എന്തേലും പറയണോ? രാഹുൽ എന്തേ? രാഹുല് അവനുണ്ട് അടുത്ത്, അവൻ്റെ ഒന്ന് കൊടുക്കാവോ? ഇപ്പൊ കൊടുക്കാലോ ചേച്ചി. എന്താ? എടാ, നിങ്ങള് വല്ല പോലീസും പിടിച്ചോ? ഇല്ല. ഇതിപ്പോ ഇത് ഇങ്ങനെ ചോദിക്കണത്? എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ അറിഞ്ഞിട്ട് ബർത്ത്ഡേ ഫംഗ്ഷനായിട്ട് വന്നതാണ്. അമ്മേനെ വിളിച്ച് പറയാൻ പറ്റിയില്ല, ഇവിടെ വന്നിട്ട് വിളിച്ച് പറയാന്ന് ഓർത്തായിരുന്നു. പക്ഷെ ഫോൺ ഒട്ടും നെറ്റ്വർക്ക് കിട്ടണ്ട. അമ്മയോടൊന്ന് പറഞ്ഞേക്കട്ടാ. നീ എനിക്ക് വല്ല വോയിസ് മെസ്സേജ് ഇട്ടായിരുന്നോ? ഇല്ലാന്ന്, ഞാൻ ഒന്നും ഇട്ടില്ലാന്നേ. ഫോണ് നെറ്റ്വർക്ക് ഇല്ലാന്ന് പറഞ്ഞില്ലേ, ഒന്നും ഇട്ടില്ല. ചേച്ചി അമ്മയോടൊന്ന് പറഞ്ഞേരെ, ഞാൻ വിളിച്ചോളാം അല്ലെങ്കിൽ രാവിലെ. നീയാന്നും പറഞ്ഞ് എനിക്കൊരു വോയിസ് മെസ്സേജ് വന്നു. എനിക്കും അറിയാൻ പാടില്ല, ഞാനൊന്നും ഒന്നിട്ടില്ല. ഞാൻ നാളെ വിളിക്കാം. ആ ശരി. ഹലോ. ആ അശ്വതി, ആ പറയടി. ഞാൻ നിന്റെ പൈസ തിരിച്ചിട്ടാക്കാട്ടോ. എന്തായിരുന്നടി പെട്ടെന്നൊരു അത്യാവശ്യം? അത് അതെ, ഇത് തട്ടിപ്പായിരിക്കൂടി. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വോയിസ് വെച്ച് മെസ്സേജ് വരും, അങ്ങനെ പണം തട്ടിയെടുക്കാൻ പല വഴികളും ശ്രമിക്കും. തൽക്കാലം നിന്റെ അക്കൗണ്ട് ആദ്യം ബ്ലോക്ക് ചെയ്യ്. അതിനുശേഷം നീ നാളെ രാവിലെ ചെന്ന് സൈബർ സെല്ലിൽ പരാതി കൊടുക്കണം. നീ അവരോട് പറഞ്ഞിട്ട് ബാങ്കിൽ ചെന്ന് പാസ്വേഡ് സെക്യൂരിറ്റി മാറ്റിയാൽ മതി. അല്ലെങ്കിൽ നിന്റെ അക്കൗണ്ടിൽ കിടക്കണ ഉള്ള പൈസയും കൂടെ പോട്ടോ. അയ്യോ ശരിടി, ഞാൻ നോക്കാം. ഈ മാസം ഇതിപ്പോൾ 8ാമത്തെ കേസാണിത്. ഞാനിനി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ മാഡം? ഇല്ല, മോള് ചെയ്യാനുള്ളത് ചെയ്തിട്ടുണ്ട്. ഇനി ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. ബാങ്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്യാനുള്ള സാധ്യതയൊക്കെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ അവർ ആദ്യം അതല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരോടും കൂടെ ഷെയർ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയൊരു തട്ടിപ്പിനിരയാകാതെ മറ്റുള്ളവർ ശ്രദ്ധിക്കും. ഇതിൻ്റെ പിന്നിൽ ആരാണേലും ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തും. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അറിയിച്ചോളാട്ടോ. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോട് ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നലെ രാത്രിയിൽ എനിക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചാണ്. ഇത്തരത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിരവധി ഓൺലൈൻ തട്ടിപ്പുകളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത്. വിശ്വസിക്കാൻ പ്രയാസമുണ്ടായിരിക്കും അല്ലേ? പക്ഷെ സത്യമാണ്. ഇത്തരം തട്ടിപ്പുകളിൽ പെടാതെ അലേർട്ടായിട്ടിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ആരുടെയും പണം ഇത്തരത്തിൽ നഷ്ടപ്പെടാതിരിക്കട്ടെ.